സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇന്ന് എത്തിയിട്ടുണ്ടേ. ഇന്ന് നമുക്കൊരു തക്കാളി മുരിങ്ങയ്ക്കയും വെച്ചൊരു ഒഴിച്ചേറ് ഉണ്ടാക്കാം. അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് മുരിങ്ങയ്ക്കയൊക്കെ ഒന്ന് നല്ലതുപോലെ അതിൻ്റെ പുറമൊക്കെ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി, അതിനകത്തൊരു നാരുണ്ട്, അപ്പോൾ നമ്മളത് മുറിച്ചിടുമ്പം വളരെ ശ്രദ്ധയോടെ വേണം. അതെല്ലാം പുറംതൊലിയെല്ലാം നല്ലപോലെ ചിരണ്ടി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മളത് മുറിച്ചെടുക്കാൻ. അപ്പം ഞാനതൊക്കെ മുറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴുകി കൊണ്ടുവന്ന് ഇനി അതൊന്ന് രണ്ടായിട്ട് കീറിയിടണം. അപ്പോൾ അത് തിളയ്ക്കുമ്പോൾ മുരിങ്ങയ്ക്കകത്തുള്ള എല്ലാ ടേസ്റ്റും ഇറങ്ങും. അപ്പം അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ ആ കഴുകി വെച്ച മുരിങ്ങയ്ക്കൊക്കെ നമുക്ക് ചട്ടിയിലോട്ട് ഇടാം. പിന്നെ ഞാൻ പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ നീളത്തിൽ കനവില്ലാതെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടെ ചേർത്താണ് നമ്മളൊരു ഒഴിച്ചേറി ഉണ്ടാക്കാൻ പോവുകയാണേ. പിന്നെ ഞാൻ 5-6 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളി, ചെറിയ ഉള്ളിയാണ് ഇതിന്, ചെറിയ ഉള്ളിയാണ് രുചികരം. അപ്പോൾ അതും കൂടെ ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 3-4-5 അല്ലി വെളുത്തുള്ളി, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി 2-3 പച്ചമുളകുണ്ട്, അതും ഞാൻ നെടുകെ കീറിയിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ചേർക്കാം. അപ്പോൾ പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കിത് ഒരുമിച്ചാണ് അടുപ്പിലോട്ട് വയ്ക്കുന്നത്. ഇനി ഇതിന് വേണ്ടുന്ന പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പം നമുക്ക് ഇനി വെള്ളം ചേർക്കണം. പിന്നെ 2 കരിയാപ്പില ഇടണം. അപ്പോൾ 2 കരിയാപ്പില 2 തണ്ടോട് തന്നെ കിടക്കട്ടെ. അപ്പോൾ അതിൻ്റെ രുചിയും മണവും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ, അത് വേകാനുള്ള വെള്ളവും കൂടെ ചേർത്ത് പോരാൻ തോന്നി ഇച്ചിരി കൂടെ ഒഴിക്കട്ടെ. അപ്പോൾ ആ വെള്ളവും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നല്ലപോലെ ഇളക്കി നമുക്കിനി ഗ്യാസ് കത്തിച്ച് നമുക്ക് ഈ ചട്ടി വെക്കാം. അടച്ച് വെച്ച് അതവിടെ നിന്ന് വേകട്ടെ. പിന്നെ ഇനി നമുക്ക് അതിനുള്ള അരപ്പൊക്കെ കൂട്ടണം. അപ്പോൾ ഞാൻ അടുപ്പിലോട്ട് വെച്ച് ഇനി നമുക്കത് ഗ്യാസ് കത്തിക്കാം. ഇനി അടച്ച് വെക്കട്ടെ, അത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ. അപ്പം ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഞാൻ കുറച്ച് തേങ്ങ തിരിങ്ങി എടുത്തിട്ടുണ്ട്. ജാറിനകത്തോട്ട് ആ തേങ്ങ ഇടുകയാണ്. ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാൻ, ഗ്രേവി തയ്യാറാക്കാനുള്ളതാണ്. അപ്പം ആവശ്യത്തിന് ഒരു പിടി തേങ്ങ എടുത്തിട്ട് തിരികെയുണ്ട്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, വെള്ളവും ചേർത്ത് അരയ്ക്കുകയാണ്. അപ്പം നമുക്ക് അരച്ചുകൊണ്ട് വരാം വേഗത്തിൽ. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങയ്ക്കയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലതുപോലെ മുരിങ്ങയ്ക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് ഇളക്കി നോക്കി. അപ്പം പൊടികളൊക്കെ, മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് പച്ചമുളകുണ്ട്, എരിവിന് വേണ്ടുന്ന പച്ചമുളകുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അരപ്പ് ചേർക്കാം. അപ്പം ഞാൻ ലേശം വെള്ളവും കൂടെ ഇതിനകത്തുള്ളതും കൂടെ ചേർത്ത്, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിളക്കി നല്ലതുപോലെ ഒന്ന് നല്ലപോലെ ആ ചട്ടിയുടെ ചൂടും ഇതുകൂടെ മതി. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്കും തക്കാളിയായിട്ടുള്ള കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കടുക് താളിക്കണം. തീർച്ചയായിട്ടും ഈ തേങ്ങ അരച്ച് വെക്കുന്ന കറിക്കൊക്കെ ഒരു കടുക് താളിച്ചാലേ അതിന് ടേസ്റ്റുള്ളൂ. അപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ ഉള്ളി ഇച്ചിരി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് വേണം നമുക്കിടാം. അപ്പോൾ ആ ചെറിയ ഉള്ളി ഒന്ന് നല്ലപോലെ അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, 2-3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതൊന്ന് മൂത്ത് വരട്ടെ. അപ്പം ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കരിയാപ്പില ചേർക്കണം. അപ്പോൾ ആ ഉള്ളിയുടെ താമസമാണ്, ഉള്ളിയും കൂടെ ഒന്ന് മൂത്ത് വരാനുള്ള താമസമേ ഉള്ളൂ. ചെറിയ ഉള്ളി ചേർത്തത് ആ കടുകിനകത്തൊന്ന് മൂത്ത് വരുന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കരിയാപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമ്മുടെ മുരിങ്ങയ്ക്കയും തക്കാളി നിങ്ങൾ ഇതുവരെ വെച്ചില്ലേ, വെച്ച് നോക്കണേ. തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു ഒഴിച്ചുകറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മാത്രമല്ല മുരിങ്ങയ്ക്ക ഏറ്റവും വലിയ ഔഷധമല്ലേ. അപ്പം ഏറ്റവും രുചികരമായ മുരിങ്ങയ്ക്ക തക്കാളിക്കറി ഏറ്റവും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക്സ്. അപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളും അറിയിക്കണം. നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തണം തീർച്ചയായിട്ടും. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് കാണാം. അപ്പം നമ്മുടെ മുരിങ്ങയില കറി ഏറ്റവും രുചികരമാണ്. ഓക്കെ, താങ്ക്സ്.